ഹലോ. അപ്പോൾ ബാംഗ്ലൂരിലോട്ടുള്ള യാത്രയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് വെസ്റ്റേൺ ഗാർഡ് സെക്ഷനിലെ ചാർമാടി ചുരത്തിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ഷെട്ടിയള്ളി എന്ന് പറഞ്ഞൊരു ഗ്രാമം പിടിച്ചാണ് പോകുന്നത്. സംഭവം എന്ന് വെച്ചാൽ അവിടെ ഒരു പള്ളിയുണ്ട്, വെള്ളത്തിൻ്റെ അടിയിൽ മുങ്ങിക്കിടക്കുന്ന ഒരു പള്ളി. അത് ഏകദേശം ഈ ഒരു ഫെബ്രുവരി മാർച്ച് മാസം ആകുമ്പോഴേ അത് വെള്ളത്തിൽ നിന്നും പൊങ്ങി കാണത്തുള്ളൂ. അപ്പോൾ അവിടെ ചെന്നിട്ട് അതിൻ്റെ കാര്യങ്ങൾ സംബന്ധിച്ച് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ നിന്ന് എന്തായാലും യാത്ര തുടങ്ങുകയാണ്. അത്യാവശ്യം നല്ല മനോഹരമായ ഒരു വെസ്റ്റേൺ ഗാർഡ് സെക്ഷൻ്റെ ഒരു കാഴ്ച എന്താ പറയുക കാണാൻ പറ്റാവുന്ന ഒരു ചാർമടി ചുരത്തിലെ ആ ഒരു വ്യൂ പോയിൻ്റ് അവിടെയാണുള്ളത്. നമ്മുടെ വണ്ടി ഇവിടെയുണ്ട്. സോ ഇവിടെ കുറച്ച് ലഗേജ് ഞാൻ ബാക്കിലുണ്ട്, ഫ്രണ്ടിലൊരു ബാഗും ഉണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് യാത്ര തുടങ്ങുവാണ്. സമയം ഇപ്പോൾ ഏകദേശം ഒരു 10:30 ആയി. നല്ല കട്ട വെയിലാണ്. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് നമ്മൾ യാത്ര തുടങ്ങുന്നു. ഇതൊരു വ്യൂ പോയിൻ്റ് ആയതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ നമുക്ക് കാണാം നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ഇവിടെ എന്ത് കാറും ബ്രേക്ക് ഡൗൺ ആയ പുതിയ വണ്ടിയാണല്ലോ, എന്ത് പറ്റി? ഇവിടെ ഒരു വണ്ടി നിർത്തിയേക്കണമല്ലോ നടു റൂട്ടിൽ. രണ്ട് വണ്ടി തമ്മിൽ ഇടിച്ചതാണോ? ഓ, ടാറ്റയുടെ പുതിയ കർവാണല്ലോ. ആ വണ്ടി ചെറുതായിട്ട് തട്ടിയതാ, ടയർ പൊട്ടിയെന്ന് തോന്നുന്നു. ചെറുതായിട്ട് ഒരിഞ്ഞിട്ടേ ഉള്ളൂ, ബോഡിയിൽ സ്ക്രാച്ച് മാത്രമേ കാണുന്നുള്ളൂ. ഇതൊരു കുറച്ച് ഇടിഞ്ഞ വഴിയാണ്. ഈ ഒരു സ്ഥലത്താണ് എപ്പോൾ നോക്കിയാലും ബ്ലോക്ക് ഉണ്ടാകുന്നത്. മൊത്തം ഏകദേശം അവിടെ ഷെട്ടിയള്ളി എന്ന് പറഞ്ഞ ഒരു ഇതിലോട്ട് 120 കിലോമീറ്ററാണ് ഉള്ളത്. അവിടം വരെ മൊത്തം കാപ്പിത്തോട്ടങ്ങളാണ്. അതിൻ്റെ നടുവിലൂടെ ആയിരിക്കും നമ്മൾ പോകുന്നത്. എന്തായാലും അവിടം വരെ നല്ല തണുപ്പായിരിക്കും. അങ്ങോട്ട് ഹൈവേ പിടിക്കുമ്പോഴാണ് ബോറടിക്കും. നേരാഴ വഴി. ഒന്നാമത് നമ്മുടെ കയ്യിലുള്ള സ്കൂട്ടറാണ്. 60 കിലോമീറ്ററാണ് മാക്സിമം സ്പീഡ്. അതായത് ഒരു ഇക്കണോമി സ്പീഡാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇവിടെ ഹൈ റേഞ്ചിലെ കുട്ടികര എന്ന് പറഞ്ഞ സ്ഥലം എത്തി. ഫോറസ്റ്റുകാരാണല്ലോ. ആ, ശരിയാണ്. ഇതാണ് അവസാനത്തെ ചെക്ക് പോസ്റ്റ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇവിടെ നിന്ന് ലെഫ്റ്റാണ് പോയത്, ആ ഒരു സൺസെറ്റ് വ്യൂ പോയിന്റിലോട്ട്. എന്തായാലും ഇവിടെ ഒരു HP ഫ്യൂൽ സ്റ്റേഷനുണ്ട്. ഇവിടെ നമുക്ക് ഫ്യൂൽ അടിച്ചിട്ട് പോകാം. കാരണം ഇവിടെ കുറച്ച് കുഴപ്പമില്ലാത്ത ഫ്യൂലായിട്ടാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത്. കാരണം മുന്നോട്ട് പോകുന്ന നേരത്തെ എന്തായാലും ആ ഒരു കാപ്പിത്തോട്ടങ്ങളുടെ എസ്റ്റേറ്റിലൂടെ നടുവിലൂടെയുള്ള വഴി എന്തായാലും ഫ്യൂൽ സ്റ്റേഷൻ കിട്ടാനുള്ള സാധ്യത കുറവാണ്. എന്തായാലും 3 പോയിൻ്റ് ഉണ്ട്, ഹാഫ് ടാങ്ക് ഫ്യൂൽ ഉണ്ട്. ഇവിടെ നിന്ന് ഫ്യൂൽ അടിച്ചിട്ട് എന്തായാലും യാത്ര കണ്ടിന്യൂ ചെയ്യാം. മിനിയാന്ന് ഇതേ ചേട്ടനാണ് ഉണ്ടായിരുന്നത്. ഫുൾ ആണ് പ്ലേ. ഏകദേശം 3 ലിറ്ററോളം അടുത്താണ് പെട്രോൾ ഇപ്പം കൊണ്ടിട്ടുള്ളത്. ഹാഫ് ടാങ്ക് ഓൾറെഡി ഉണ്ടായിരുന്നല്ലോ. സോ ഇവിടെ നിന്ന് നമുക്ക് ട്രിപ്പ് സെറ്റ് ചെയ്തേക്കാം. ഞാൻ ഫ്യൂൽ അടിച്ച ശേഷം 2 ട്രിപ്പുണ്ട്, അത് സെറ്റ് ചെയ്തു. ഇനിയൊരു ട്രിപ്പിൽ ഞാൻ യാത്ര തുടങ്ങിയത് അവിടെ തൊട്ടുള്ള ഒരു ട്രിപ്പാണ് ഇട്ടേക്കണേ. ഇനി മാപ്പ് സെറ്റ് ചെയ്യണം. അപ്പം കൃത്യമായിട്ടുള്ള അങ്ങോട്ടുള്ള വഴി എനിക്കറിയില്ല. കുറച്ചും കൂടെ ദൂരെ കഴിഞ്ഞിട്ട് നമുക്ക് മാപ്പ് സെറ്റ് ചെയ്യാം. 10-60 കിലോമീറ്റർ ഏകദേശം കഴിഞ്ഞു. ഇനി ഒരു 15 കിലോമീറ്ററും കൂടെ ഉള്ളൂ. അപ്പം ഇപ്പോൾ സമയം ഏകദേശം എത്ര മണിയായി എന്ന് വെച്ചാൽ 1:24 ആയിട്ടുണ്ട്. സോ ഭക്ഷണം എവിടെയും കഴിക്കാൻ വേണ്ടി 2-3 റെസ്റ്റോറൻറ്റ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഒരു വെള്ളിയാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ ആൾമോസ്റ്റ് പള്ളിയിലൊക്കെ പോയിട്ടുണ്ടാവും. അങ്ങനെ കുറച്ച് റെസ്റ്റോറൻറ്റ് ക്ലോസ്ഡ് ആയിരുന്നു. നോക്കണം ഇനി എന്തായാലും. എന്താ പറയുക, ഇപ്പം ടൗണിൽ നിന്ന് മാറി ഏകദേശം ഒരുപാട് മാറിയാണ് നിൽക്കുന്നത് ഈ ഒരു സ്ഥലം. ഓ, അവിടെ ഒരു ലേക്കൊക്കെ ഉണ്ടല്ലേ, നല്ല രസമുണ്ട്. ഏകദേശം എത്താറായി. അപ്പം നമുക്കിവിടെ റൈറ്റ് സൈഡിൽ ആ ഒരു ബാക്ക് വാട്ടർ കാണാൻ സാധിക്കും. നമുക്ക് ഹേമാവതി റിവറുടെ ഒരു ബാക്ക് വാട്ടർ, അതിൻ്റെ ബാക്ക് വാട്ടറിലാണ് ഈ ഒരു പള്ളി ഇരിക്കുന്നത്. നമുക്ക് ഏകദേശം അതിൻ്റെ ഒരു ഭാഗം നമുക്കിവിടെ കാണാം. ഞാൻ സൈഡിലാക്കിയിട്ടൊന്ന് കാണിച്ചു തരാം. വണ്ടിയൊന്നുമില്ലല്ലോ, ഇല്ല, ഓക്കെ. സോ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കും. കാണിച്ചു തരാം. ഇതേ ദൂരെ നിൽക്കുന്നു. ഇതാണ് ആ ഒരു പള്ളി. അവിടെ അടുത്ത് ചെന്നിട്ട് അതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഏകദേശം അതിൻ്റെ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിപ്പം അവിടം വരെ പോകാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ. അത്യാവശ്യം ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു വ്യൂ ആണ് നമുക്കിവിടെ ഈ ഒരു ഭാഗത്തുള്ളത്. അങ്ങോട്ടൊക്കെ ഒരുപാട് മലനിരകളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്.
ഈ പാലമാണെങ്കിലും കുറച്ച് ഹൈലൈറ്റർ അല്ലേ, നല്ല രീതിയിലുള്ള ഫോട്ടോഗ്രാഫി, വെഡ്ഡിങ് ഷൂട്ട്, പ്രീ വെഡ്ഡിങ് ഷൂട്ട്, അങ്ങനത്തെ പരിപാടിക്കൊക്കെ പറ്റിയ സ്ഥലമാണ്. ഈ ഒരു ഗൂഗിൾ മാപ്പ് ഒരുപാട് വഴി കാണിക്കുന്നുണ്ട്, പക്ഷേ അവിടെയൊക്കെ വഴി ഉണ്ടാവില്ല, വെള്ളത്തിക്കറ നീന്തി പോകേണ്ടി വരും. സോ ഇവിടെ നിന്ന് റൈറ്റ് എടുത്തിരിക്കുന്നു, കോൺക്രീറ്റ് റോഡാണ്. നല്ല മഴക്കാലത്ത് ഇവിടെ മൊത്തം വെള്ളമായിരിക്കും. ഈ ഒരു റോഡിൻ്റെ ഇവിടം വരെ കയറാനുള്ള സാധ്യതയുണ്ട്. സോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നായിരുന്നു, അതായത് ബാംഗ്ലൂരിൽ നിന്ന് വീട്ടിലോട്ട് പോകുന്ന നേരത്ത് ഈ ഒരു ഭാഗം വന്നിട്ടാണ് ഞാൻ പോയത്. പക്ഷെ അപ്പം മൊത്തം നിറഞ്ഞിരിക്കുമായിരുന്നു. ആ പള്ളിയുടെ അങ്ങോട്ട് അടുത്തോട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ലായിരുന്നു ആ ഒരു സമയത്ത്. ഇപ്പം എന്തായാലും നമുക്ക് പോയി നോക്കാം. നല്ല രീതിയിൽ വിൻഡ് അടിക്കുന്നുണ്ടേ. ഓക്കെ, ഏകദേശം എത്തി. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ആ ഒരു കോൺക്രീറ്റ് റോഡ് എൻഡായില്ല, അവിടം വരെ വന്നോളൂ. ഇങ്ങോട്ട് മൊത്തം വെള്ളം നിറഞ്ഞിരിക്കുമായിരുന്നു. അതിൻ്റെ അവശിഷ്ട ഭാഗങ്ങളൊക്കെ ഇവിടെ കുറച്ച് കാണാം നമുക്ക്. അവിടെ കുറച്ച് കടകളൊക്കെ നമുക്ക് ഒരു കടയും കണ്ടുള്ളൂ. ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഞാൻ അങ്ങ് ദൂരെയുള്ള ആ ഒരു കോൺക്രീറ്റ് റോഡില്ല, അവിടം വരെ മാത്രമേ വരാൻ പറ്റുകയുള്ളൂ. സോ ഇപ്പോൾ വെള്ളം ഏകദേശം ഇത്രത്തോളം ഇറങ്ങിപ്പോയിട്ടുണ്ട്. സോ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. അവിടെ ഒരു കാറ് കിടപ്പുണ്ട്. ആകെ 2 വണ്ടിയുള്ളൂ ഇവിടെ ഈ ഒരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങ് ദൂരെ കുറച്ച് റിസോർട്ടും കാര്യങ്ങളും എന്തോ ഒരു പ്രത്യേകതര ഒരു പരിപാടികളൊക്കെ അവിടെ നടന്നുണ്ട്. സോ ഇവിടെയാണ് ആ ഒരു പള്ളിയുള്ളത്. ഏകദേശം 1860 കാലഘട്ടത്തിൽ ഫ്രഞ്ച് മിഷനറിയാണ് ഈ ഒരു പള്ളി ഇവിടെ പണിതിരിക്കുന്നത്. അതിനുശേഷം 1960 കാലഘട്ടത്തിൽ ഇവിടെ ഹേമാവതി ഡാം പണിതു. ഹേമാവതി ഡാമിൻ്റെ ആ ഒരു റിസർവർ, അതായത് ആ ഒരു ബാക്ക് വാട്ടർ സ്റ്റോർ ചെയ്യാൻ നേരത്ത് ഈ ഒരു പള്ളി മുങ്ങിപ്പോയി 1960 കാലഘട്ടത്തിൽ. സോ ഇവിടെ കുറച്ച് കടകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു കട അവിടെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇവിടെ കണ്ടില്ലേ, ഇഷ്ടംപോലെ കച്ചറ. ഇവർ കടക്കാരാണെങ്കിലും അറ്റ്ലീസ്റ്റ് അത് ക്ലീൻ ചെയ്യണ്ടേ, അതൊന്നും കാണുന്നില്ല. അപ്പം നമുക്ക് ഏകദേശം വെള്ളം വിട്ട് നിൽക്കുന്നുണ്ട്. കൊള്ളാലോ. ഇവിടെ നമുക്ക് ഏകദേശം തകർന്ന് കിടക്കുകയാണ്. 65 വർഷമായിട്ട് ഈ ഒരു പള്ളി, അതായത് മാസത്തിൽ ഏകദേശം ഒരു വർഷത്തിൽ ഏകദേശം 6-7 മാസം വെള്ളത്തിൻ്റെ അടിയിലായിരിക്കും. അപ്പം ഈ ഒരു പള്ളി ഇങ്ങോട്ട് നമുക്ക് കൃത്യമായിട്ട് വിസിറ്റ് ചെയ്യേണ്ട സമയം എന്ന് പറയുന്ന നേരത്ത് എന്തായാലും ഫെബ്രുവരി മാസം കഴിയണം. എന്നാലേ വ്യക്തമായിട്ട് ഇതിൻ്റെ ഒരു ഭംഗി നമുക്ക് അടുത്ത് നിന്ന് കാണാൻ സാധിക്കുകയുള്ളൂ. സോ ഇങ്ങോട്ടുള്ള ഇതൊക്കെ നമുക്ക് തകർന്നു പോയിരിക്കുന്നത് കാണാൻ സാധിക്കും, കണ്ടില്ലേ. സോ പള്ളിയുടെ ഏകദേശം ഒരു സ്ട്രക്ചർ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഇങ്ങോട്ട് ഉള്ള ഭാഗങ്ങളൊക്കെ മൊത്തം തകർന്ന് കിടക്കുകയാണ്. സോ അത്യാവശ്യം നല്ല രീതിയിൽ കാറ്റടിക്കുന്നുണ്ട്. വെള്ളം ഇപ്പോഴും ഇവിടെ സ്റ്റോറായിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നല്ല രീതിയിൽ തിരമാലകൾ അടിച്ചു വരുന്നുണ്ട്, അതാണ് ആ ഒരു ശബ്ദം നമുക്ക് കേൾക്കുന്നത്. സോ ഇങ്ങോട്ടുള്ള വാതിലുകളൊക്കെ തകർന്ന് ഇരിക്കുകയാണ്. സോ ഇതിൻ്റെ രൂപക്കൂടൊക്കെ ഏതൊരു ഭാഗത്താണോ എന്തോ യാതൊരു രീതിയിൽ ഐഡിയ ഇല്ല. കണ്ടിട്ട് അങ്ങോട്ടാണെന്നും തോന്നുന്നു. ഇതൊരു ഹാള് മാതിരി എനിക്ക് തോന്നുന്നുണ്ട്. ഇതായിരിക്കും മെയിനായിട്ടുള്ള ഹാള്. അപ്പുറം 2 റൂംസ്, അൽത്താരകളോ എന്താണോ പറയുന്നത് എനിക്ക് അറിയത്തില്ല. അങ്ങനെയുള്ള സംഭവങ്ങളും ഇവിടെ കുറച്ച് തകർന്ന് കിടപ്പുണ്ട്, കണ്ടില്ലേ. ഇതൊക്കെ റീസെൻ്റ്ലി ആണ് ഇത് വീണിട്ടുള്ളത്. എനിക്ക് കണ്ടിട്ട് ഏകദേശം അങ്ങനെയാണ് തോന്നുന്നത്. സോ ആ ഒരു കാലത്തെന്ന് പറയുന്ന നേരത്ത് ഈ മണ്ണ് കുഴച്ചിട്ടുള്ളൊരു പരിപാടിയുണ്ട്. ഏകദേശം 100 വർഷത്തോളം ഈ ഒരു പള്ളി പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം 1860 ഈ ഒരു പള്ളി നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 1960 ആണ് ഈ ഒരു ബാക്ക് വാട്ടർ ഇവിടെ വന്ന് ഈ ഒരു പള്ളി വെള്ളത്തിനടിയിൽ മുങ്ങിപ്പോയിട്ടുള്ളത്. അതുപോലെ തന്നെ ഏകദേശം 165 വർഷത്തോളം ഈ ഒരു പള്ളി ഇങ്ങനെ നിൽക്കുന്നു. ഇതിൻ്റെ നമുക്ക് ബേസ്മെൻറ്റിൽ എന്തൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇത് ആ സമയത്ത് നിർമ്മിച്ചിട്ടുള്ള എന്തോ പരിപാടികളൊക്കെയാണ്. ആക്ച്വലി ഇവിടെ ചെയറൊക്കെ വന്ന് അടിച്ചു കൂടിയിരിക്കുകയാണല്ലോ. സോ ശരിക്കുള്ള ഇതിൻ്റെ ബേസ്മെൻറ്റ് കാണാൻ സാധിക്കുന്നില്ല, മൊത്തം മൂടിപ്പോയിരിക്കുകയാണ്. കണ്ടില്ല, ഇവിടെ എന്തൊക്കെയുണ്ട്. ആക്ച്വലി ഇത് ഗോപുരം പോലെ ഇങ്ങനെ നിർമ്മിച്ചിട്ടുള്ളതാണ്. ബേസ്മെൻറ്റ് എത്രത്തോളം സ്ട്രോങ് ഉണ്ടായിരിക്കും ആ ഒരു സമയത്ത്, ഫ്രഞ്ചുകാരെ സമ്മതിക്കണം, അതാണ്. സോ ഇങ്ങോട്ട് വെള്ളം അത്യാവശ്യം നല്ല താഴ്ച ഉള്ളത് കൂട്ടാണ് എനിക്ക് തോന്നുന്നത്.
അത്യാവശ്യമുണ്ട്. പിന്നെ നല്ല രീതിയിൽ തിരമാലകളും അടിക്കുന്നുണ്ട്. ഇതിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുവാണ് ഈ ഒരു ബാക്ക് വാട്ടർ. ഒരുപാട് മീൻപിടുത്തക്കാരൊക്കെ നമുക്ക് അങ്ങ് ദൂരെ കാണാൻ സാധിക്കും. ആകെ എന്താ പറയുക, അത്യാവശ്യം തിരക്കുള്ള ഒരു പ്ലേസാണ്. എന്തോ ഭാഗ്യത്തിന് ഇന്നൊരു വെള്ളിയാഴ്ച ദിവസം കൂടെയാണല്ലോ. നാളെയൊക്കെ ആകുമ്പോഴത്തേനും വീക്കെൻഡ് ആകുമ്പോഴത്തേനും നല്ല തിരക്കായിരിക്കും. ഏകദേശം ഇപ്പോൾ വെള്ളം ഇറങ്ങി പോയിട്ടേ ഉള്ളൂ. ചെയറൊക്കെ ഇപ്പോഴും നിൽക്കുന്നുണ്ട്, ചെയർ മണ്ണാൻ. സോ അത്യാവശ്യം ഫോട്ടോജനിക്കായിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ്. ഇഷ്ടംപോലെ പ്രാവും സംഭവങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. പ്രാവ് ഇഷ്ടം പോലെയുണ്ട്. സോ അതിൻ്റെ ശരിക്കുള്ള സ്ട്രക്ചർ കണ്ടില്ലേ, മാക്സിമം ഇത്രയാണ് പകർത്തിയെടുക്കാൻ സാധിക്കുന്നുള്ളൂ എനിക്ക്. അടിപൊളിയല്ലേ? ഇനി കുറച്ച് കാലം കൂടെ കഴിയുമ്പം ഇത് മൊത്തം തകർന്ന് വീഴാനുള്ള സാധ്യതയുണ്ട്. ഓരോരോ സ്ട്രക്ചർ ഭാഗങ്ങൾ ഇവിടെ വീണിരിക്കുന്നു. സെപ്പറേറ്റ് ആയിപ്പോയി എല്ലാ ഭാഗങ്ങളും. ഒരു പ്രത്യേകതരം ഒരു ഫ്രഞ്ച് ശൈലിയിലാണ്, ഗോത്തോലിക് സ്റ്റൈലോ അങ്ങനെ ഒരു ശൈലിയിലാണ് ഇത് പണിതിരിക്കുന്നത്, നമുക്ക് കാണാൻ സാധിക്കും. ഈ തിരമാലയുടെ ശബ്ദം പിന്നെ ഈ ഒരു പ്രാവിൻ്റെ ശബ്ദമല്ലാണ്ട് പ്രത്യേകിച്ചൊന്നും കേൾക്കാനില്ല. കണ്ടില്ലേ, ഇത് ആയിക്കൊള്ളാം. ഇത് ഇത്ര ഹൈറ്റിൽ സ്ഥിതി ചെയ്യുന്നുണ്ടല്ലോ. അതിൻ്റെ മുകളിൽ കണ്ടില്ലേ ഓരോ ഡിസൈൻ പൂ പോലെ ഇരിക്കുന്നത്, അതൊക്കെ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. മുകളിലത്തെ ആ ഒരു ഭാഗമൊക്കെ വെള്ളത്തിൻ്റെ അടി പോകാനുള്ള സാധ്യത കുറവായിരിക്കുമല്ലോ, ഏകദേശം പൊങ്ങി നിൽക്കും. അത്രയ്ക്കും എന്താ പറയുക, ശക്തമായിട്ടുള്ള മഴയൊക്കെ ആകുമ്പോൾ വെള്ളം കൂടുമ്പോൾ അപ്പോഴായിരിക്കും അത് മുങ്ങിപ്പോകുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വരെ നേരത്ത് ഏകദേശം ഇതിൻ്റെ മേൽഭാഗമൊക്കെ കാണാൻ സാധിക്കുമായിരുന്നു നമുക്ക്. ഏകദേശം ഇതിൻ്റെ ഹാഫോളം വെള്ളത്തിൽ തീർച്ചയായും മുങ്ങിപ്പോവും. അതൊക്കെ വിണ്ട് കീറിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കാണാൻ സാധിക്കുമോ? ഓക്കെ, ഇതാണ് കുറച്ചും കൂടെ ഒരു വ്യക്തത നമുക്കിവിടെ ഇതിൽ കാണാൻ സാധിക്കുന്നത്. ഇത്ര സ്പേസ് ആയിട്ട് നിൽക്കുന്നു, കണ്ടില്ലേ? പ്രാവാണ്, പേടിക്കരുത്. ഏകദേശം ഇതും വീഴാറായിട്ടുണ്ട്. അപ്പം വിശ്വസിച്ച് നമുക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടോ? മുകളിൽ ആ ഒരു ഫ്രെയിം കണ്ടില്ലേ, ആ മരം കൊണ്ടാണ് മുകളിൽ കണ്ടില്ലേ, ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. മരം കൊണ്ടാണ് അത് പിടിച്ച് നിർത്തിയിട്ടുള്ളത്. ആ ഒരു മുകളിലത്തെ ആ ഒരു തട്ട്, അത് ഏതൊരു നിമിഷം കുശിത്ത് വീഴുവാണെങ്കിൽ പണി പാളും. മിഡിലിൻ്റെ ആ ഒരു ഭാഗമൊക്കെ വീണ് കിടപ്പുണ്ട്. അപ്പം ആ ഒരു സമയത്ത് കോൺക്രീറ്റിനേക്കാളും ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളതെന്ന് പറയുന്നത് ഇതിൽക്കൂട്ട് മണ്ണൊക്കെ കുഴച്ചുണ്ടാക്കുന്നതാണ്. ഈ ഒരു സ്ഥലം വരുന്നത് ഏകദേശം ഹാസലിൽ നിന്നും ഒരു 25 കിലോമീറ്ററോളം ഡിസ്റ്റൻസിലാണ്. ഇപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നല്ല രീതിയിൽ കാറ്റടിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ചിലപ്പം കേൾക്കുന്നുണ്ടോ എന്താണെന്ന് അറിയത്തില്ല. സോ ഹാസൻ ഈ ഒരു ഭാഗത്ത് വരാൻ നേരത്ത് ഒരു പെർഫെക്റ്റ് ഒരു ഡെസ്റ്റിനേഷൻ ആയിരിക്കും ഇങ്ങോട്ടുള്ളത്. സോ നല്ല രീതിയിൽ ഫോട്ടോസ് എടുക്കാം. നല്ലൊരു ഫ്രെയിമാണ്. അപ്പോൾ ഞാൻ വണ്ടി അവിടെ വെച്ചിരിക്കുന്നത് കാണാം. സോ ഇതിൻ്റെ പുറകിൽ നിന്നുള്ള വ്യൂ ആണ്. നമുക്ക് എന്താ പറയുക, ഈ ഒരു വെള്ളം നമുക്ക് കുറച്ച് ഒരു മാർച്ച് മാസം അവസാനമൊക്കെ ആവുന്ന നേരത്ത് ഇത് കുറച്ച് ഇറങ്ങിപ്പോയിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് നല്ലൊരു ഫ്രെയിം ആയിരിക്കും. ഇപ്പം നമുക്ക് ഈ ഒരു സൈഡിൽ നിന്നും മാത്രമാണ് ഇത് കവർ ചെയ്യാൻ പറ്റാവുന്നുള്ളൂ. സോ ഇത് കംപ്ലീറ്റ് ഒരു ഫ്രെയിം എനിക്ക് ഇങ്ങനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. സൂര്യൻ അങ്ങ് മുകളിലാണ്, അപ്പോസിറ്റ് സൈഡിലാണ് അടിക്കുന്നത്. ബാക്ക് വാട്ടർ, ഇവിടെ വെള്ളം, വേനൽക്കാലത്ത് ഇവിടെ കൃഷിയായിരിക്കുമല്ലോ. ഓക്കെ, ആരുടെയും പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണോ എന്താണെന്ന് അറിയത്തില്ല. പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെങ്കിലും അവർക്കുള്ള പൈസ കൊടുത്തിട്ടുണ്ടാവില്ല ഓൾറെഡി. സോ ഇവിടെ കൃഷിക്ക് വേണ്ടി പൂട്ടിയിട്ടേക്കണ കാണാം. ഒരുപാട് പ്ലാസ്റ്റിക് കിടപ്പുണ്ട്. എന്താണ് ആൾക്കാർ ഇങ്ങനെ? ഇതിൻ്റെ ഏകദേശം സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. അടിപൊളി. വെള്ളം ഇവിടെ റീസെൻ്റ്ലി ഇറങ്ങി പോയിട്ടേ ഉള്ളൂ. കാല് നമുക്ക് വെക്കാൻ നേരത്ത് താന്ന് പോകുന്നുണ്ട്. കുറച്ച് ഡേഞ്ചറാണ്. മണ്ണ് ഇരുന്നിരുന്ന് പോവുകയാണ്. മൊത്തം പ്ലാസ്റ്റിക്, എവിടെ നോക്കിയാലും പ്ലാസ്റ്റിക്കേ കാണാൻ സാധിക്കുന്നുള്ളൂ. ഏകദേശം ഒരു സൈഡ് ഫ്രെയിം കിട്ടി. ഓക്കെ, ഇതാണ് ഒരു പള്ളിയുടെ ശരിക്കുള്ള എൻട്രൻസ് ഭാഗം ഏതാണെന്ന് എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോ? ഇങ്ങനെ നോക്കുന്ന നേരത്ത് ഇവിടെ നമുക്ക് കാണാം ഒരു വലിയൊരു വാതിൽ പോലെ, അവിടെയും കാണാം. എനിക്ക് തോന്നുന്നു ഫ്രണ്ട് സൈഡ് ഇതായിരിക്കും തോന്നും. സോ മുകളിലത്തെ ഏകദേശം ഒരു ഭാഗമൊക്കെ ആ ഒരു തകർന്നു പോയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ മുകളിലൊക്കെ ഒരുപാട് കൊത്തുപണികളുള്ള കൂട്ട് കൊത്തി വെച്ചിട്ടുണ്ട് ആൾക്കാർ. ഇവിടുത്തെ ലോക്കൽസ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇത് എന്നാലും എങ്ങനെയായിരിക്കും ഇതിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ടാവുന്നത്? ചിലപ്പം വെള്ളം നിറഞ്ഞിരിക്കുന്ന സമയത്ത് മുകളിലോട്ട് കയറിപ്പോയതായിരിക്കും. 1860 കാലഘട്ടത്തിൽ
ഈ ശർക്കരയും പിന്നെ സാധാരണ ഇഷ്ടികയുടെ ആ ഒരു ബ്ലോക്കും സാധാരണ ഇഷ്ടികയും ഈജിപ്ഷ്യനിലെ ജിപ്സമും ബെൽജിയത്തിൻ്റെ ഗ്ലാസും അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഇത് പണിതിരിക്കുന്നത്, ഈ ഒരു പള്ളി. അതുകൊണ്ടാണ് തോന്നുന്നു ഇത്രത്തോളം സ്ട്രോങ് ആയിരിക്കുന്നത്. ആ ഒരു മുട്ടയുടെ ഷെല്ല് ഇതെല്ലാം ഉപയോഗിച്ചിട്ടും, അതായത് ആ ഒരു സമയത്ത് എന്ന് പറയുന്നത് അതൊരു മെത്തേഡുണ്ട്, ആ ഒരു മണ്ണൊക്കെ കുഴച്ചിട്ടുള്ള ഒരു മെത്തേഡുണ്ട്. സോ അത് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പള്ളി കെട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇത്രയും വർഷം വെള്ളത്തിൻ്റെ അടിയിൽ ഇത് പോയിട്ടും ഇത്രയ്ക്കും സ്ട്രോങ് ആയിട്ട് ഈ ഒരു പള്ളി നിൽക്കുന്നത്. ആ ഒരു തിരമാലയുണ്ടല്ലോ വന്ന് അടിക്കുന്നത് അത്യാവശ്യം നല്ല ഫോഴ്സിൽ, നല്ല രീതിയിൽ വെള്ളം തെറിക്കുന്നുണ്ട് മുകളിലോട്ട്. നല്ല ഫോഴ്സിൽ തന്നെയാണ് ആ ഒരു തിരമാല അവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു ഫ്രെയിമാണ്. ഹാസനിൽ നിന്നും ഏകദേശം 22-25 കിലോമീറ്ററോളം ഉണ്ട്. അത് ഞങ്ങൾ തിരഞ്ഞെടുക്കുന്ന വഴിയുടെ മുകളിലാണ് ഡിപ്പെൻഡ്. സോ ഏതൊരു വഴിയിലൂടെ വരുന്നത് അത്രത്തോളം ഡിസ്റ്റൻസ്, ഒരു 25-35 കിലോമീറ്റർ ഡിസ്റ്റൻസാണുള്ളത്. സോ ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം ഒരു 200 കിലോമീറ്റർ പോലും തികച്ചായിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു ഷെട്ടിഹള്ളി എന്നൊരു ഗ്രാമത്തിലാണ് ഈ ഒരു ബാക്ക് വാട്ടർ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അതായത് ഹേമാവതി റിവറിൻ്റെ ഈ ഒരു ബാക്ക് വാട്ടറിലാണ് ഈ ഒരു ഷെട്ടിഹള്ളി എന്ന് പറഞ്ഞ ഈ ഒരു പള്ളി, അതായത് വെള്ളത്തിൻ്റെ ഇടയിൽ മുങ്ങിക്കിടക്കുന്ന ഈ ഒരു പള്ളി ഉള്ളത്. അക്കാലത്ത് ഈ ഒരു ഭാഗത്ത് വരുന്നത് 100% വേസ്റ്റാണ്. ദൂരെ നിന്ന് നമുക്ക് കണ്ടുപോകാമെന്നേ ഉള്ളൂ. കാര്യമായിട്ടുള്ള എന്താ പറയുക, ഒരു അടുത്തിൽ നിന്നൊരു വ്യൂ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. ഇവിടെ നമുക്ക് ആ ഒരു പൊത കണ്ടില്ല, ഒരു കാട് പോലെ ഇരിക്കുന്നത്. അവിടെ ഇഷ്ടം പോലെ കിളിക്കൂടുകളാണ്, നിറച്ചും മൊത്തം കിളിക്കൂടുകളാണ്. ഇനി ഒരുപാട് സമയം ഞാനിവിടെ നിന്ന് സമയം വൈകിപ്പിക്കുന്നില്ല. എന്തായാലും വിട്ടു പോവുകയാണ്. നല്ല വിശപ്പുണ്ട്, 2 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഹാസന ബാംഗ്ലൂർ ഹൈവേ പിടിക്കണം. ഹൈവേ പിടിച്ച ശേഷം എന്താ ഭക്ഷണം എന്ന് കിട്ടുന്ന എനിക്ക് ഡൗട്ടാണ്. നോക്കണം ഏകദേശം എത്ര പെട്ടെന്ന് എത്ര പെട്ടെന്ന് വെച്ച് പിടിക്കാൻ പറ്റുമോ അത്ര പെട്ടെന്ന് വെച്ച് പിടിക്കണം. നല്ല അശക്തമായിട്ടുള്ള വിശപ്പാണ്. കാരണം ഈ ഒരു ഭാഗത്ത് മൊത്തം കാടാണ്. കൃത്യമായിട്ടുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ ഈ ഒരു കർണാടകയിലെ ചില ഭാഗങ്ങൾ ഫുഡിന് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമുക്ക്. ഷെട്ടിഹള്ളിയിലെ ആ ഒരു ബാക്ക് വാട്ടറിലിരിക്കുന്ന പള്ളിയൊക്കെ കണ്ട് ഇപ്പം ഹാസന ടൗണിലെത്തി. അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചായിരുന്നു. അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അത്യാവശ്യം നല്ല രീതിയിൽ വിശപ്പ് കയറി ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഇപ്പോൾ ഏകദേശം സമയം 4:30 ആയിട്ടുണ്ട്, 4:24 ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഹാസന ബാംഗ്ലൂർ NH നാഷണൽ ഹൈവേ 73 ഉള്ളത്. ഇനി ഇവിടെ നിന്ന് ഏകദേശം ഒരു 180 കിലോമീറ്റർ നിയർലി ഉണ്ട് ബാംഗ്ലൂരിലോട്ട്. ഇത് കണ്ടില്ല, ഒരു KSRTCയുടെ ഇലക്ട്രിക് വണ്ടിയാണ്, പവർ പ്ലസ് എന്ന് പറഞ്ഞിട്ട്. അത്യാവശ്യം പൊളി വണ്ടിയാണ്. അതിലൂടെ ഒരു യാത്ര ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട് ഈ ഒരു വണ്ടിയിൽ. ഇത് കൂടുതലും ഈ ഒരു ലൈന് പോകുന്നത് ബാംഗ്ലൂർ ചിക്മംഗ്ലൂരുമാണ്. ഒലക്ട്ര എന്നൊരു കമ്പനി എന്തുകൊണ്ട് ആണൊക്കെ. പക്ഷേ ഈ ഒരു ചെടികളൊക്കെ നട്ടിട്ടില്ല. ഇതിലൂടെ ഒരുപാട് ഇവിടെയുള്ള ഗ്രാമത്തിലുള്ള ആൾക്കാർ ചില സമയത്ത് ഈ റോട്ടിൽ വലിയതായിട്ടില്ല, പക്ഷേ ചില ഹൈവേയിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്, പശുവിനെ കൊണ്ടുപോയി കെട്ടിയിട്ടുണ്ടാവും. ആ ഒരു ഗാർഡൻ ഏരിയയില്ലേ, മിഡിലായിട്ടുള്ള ആ ഒരു ഏരിയയിലെന്ന് പറയുമ്പം ചില സമയത്ത് പുല്ലൊക്കെ വളർന്ന് നിന്നിട്ടുണ്ടാവും. അപ്പോൾ അവിടെ പശുവിനെ പോയി കെട്ടിയിട്ടുണ്ടാവും. അപ്പം ഹൈവേയിൽ അപ്പം ഈ റോട്ടിൽ അത് വലുതായിട്ട് കാണാൻ സാധിക്കുന്നില്ല. പിന്നെ പുല്ല് ചെത്താനൊക്കെ ആൾക്കാർ വരുന്നുണ്ട് ഇതിൽ, അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഈ ഒരു ട്രക്ക് റൈറ്റ് ട്രാക്ക് കീപ്പ് ചെയ്താൽ പോകുന്നത്. ഞാനിപ്പോൾ വൈറ്റ് ലൈനിൽ നിന്ന് ഇങ്ങോട്ട് മാറി. അപ്പോൾ എൻ്റെ സ്പീഡും ആ ഒരു ടാങ്കറിൻ്റെ സ്പീഡും ഏകദേശം ഒരേപോലെയാണുള്ളത്. അപ്പോൾ ഞാൻ ആ ലൈനിൽ പോകുമെങ്കിൽ ബാക്കിലുള്ള വണ്ടികളൊക്കെ ബ്ലോക്ക് ആവുമല്ലോ. ഇപ്പോൾ എനിക്ക് ഈ ഒരു വൈറ്റ് ലൈനിൽ നിന്ന് ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് ചാടിയേ പറ്റും. ഇപ്പോൾ ഇപ്പർ ലൈനിൽ ചാടിയതുകൊണ്ട് ഞാൻ ചിലപ്പം ഈ ഒരു വണ്ടിയിൽ നിന്ന് വൈബ്രേഷനിലൂടെ എന്താ പറയുക ലൂസായി താഴോട്ട് വീഴിയിരിക്കുന്ന ചില സ്ക്രൂസൊക്കെ ഉണ്ടാവും. ആ ഒരു സ്ക്രൂ ഒക്കെ സൈഡിലായിരിക്കും വന്ന് വീഴുന്നത്. ഞാൻ സൈഡിൽ ഇപ്പോൾ വണ്ടി എടുക്കാൻ നേരത്ത് ആ ഒരു ടയറിൽ എൻ്റെ ഇതിലും കുത്തിക്കയറി പഞ്ചർ. ഒരുപാട് നേരമായി കണ്ടിന്യൂസ് ആയിട്ടുള്ള റൈഡ്. ഇപ്പോൾ വണ്ടി എന്തായാലും സൈഡിൽ ഒതുക്കി. അപ്പം ഈ ഒതുക്കാനുള്ള സ്പേസ് കിട്ടാനാണ് ബുദ്ധിമുട്ട്. സ്പേസ് ഉണ്ട്, പക്ഷെ നമ്മൾ നോക്കുമ്പോഴത്തേനും അത് കഴിഞ്ഞ് പോയിട്ടുണ്ടാവും. സമയം ഇപ്പോൾ 9:48 അതായത് ഇത്രയും നേരം വീഡിയോ എന്തെടുക്കത്തേന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കാണിക്കാൻ വേണ്ടി കാഴ്ചകളൊന്നും ഇല്ലായിരുന്നു. മൊത്തം ഇരുട്ടായി അപ്പോഴത്തേനും. സോ ഇപ്പോൾ ഏകദേശം 10 മണി 6 ഇപ്പോൾ ഞാൻ നെലമംഗല എന്നൊരു സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ NH 75 നിന്നും, അതായത് ഹാസന ബാംഗ്ലൂർ ഹൈവേ, അതായത് നെലമംഗല ഹൈവേയിൽ നിന്നും ഇപ്പോൾ തുമുക്കൂറ് ബംഗളൂർ ഹൈവേയിലോട്ട് കയറാൻ വേണ്ടി പോകുന്നു. ഇതെപ്പോൾ വന്നാലും ഇവിടുത്തെ സിഗ്നൽ മാത്രം വർക്കിങ്ങിലല്ല. കുറച്ച് സ്പേസ് കിട്ടി പൊക്കോട്ടെ. ഇവിടെ നിന്ന് ഇനി റൈറ്റിലോട്ടാണ് പോകാനുള്ളത്. ഇതിപ്പോൾ ഞാനെങ്ങനെ എടുക്കും? സ്ട്രെയിറ്റ് പോകാനുള്ള വണ്ടികളാണല്ലോ കൂടുതൽ. ഇവിടെ നിന്ന് കട്ടെടുത്തേക്കാം.
ഇതാണ് പ്രോപ്പറായിട്ട് സിഗ്നൽ ഇല്ലാത്ത കുഴപ്പം. ഈ വണ്ടി എന്തിനാ ഈ വഴി വരുന്നത്? 3 വരി പാതയിലെ ആദ്യത്തെ ടോള്. അവിടെ 2 വീലറിന് ടോളില്ല. സ്പീഡ് ബ്രേക്കർ ഒന്നും മാർക്ക് ചെയ്തിട്ടില്ല, സ്പീഡ് ബ്രേക്കറിനൊന്നും. ഇവിടെ നിന്ന് ലെഫ്റ്റ് പോയ ഹൊസൂർ മൈസൂർ റോഡാണ്. നൈസ് റോഡ് പോകണമെങ്കിൽ നമുക്ക് ഈ ലെഫ്റ്റ് എടുത്ത് പോകണം. എന്തായാലും ഈ എക്സിറ്റ് ഞാൻ എക്സിറ്റ് ചെയ്യുന്നില്ല, അടുത്തത് എക്സിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇത് ചെയ്തെങ്കിൽ നല്ലതായിരുന്നു. ഓക്കെ, കുഴപ്പമില്ല, നോക്കാം. ഇതെന്താണിത്? മൊത്തം ട്രക്കാണല്ലോ. ദൈവമേ, ആ ഒരു വഴി വന്നാൽ മതിയായിരുന്നു. ഇവിടെ മൊത്തം ബ്ലോക്കാണല്ലോ. പണിപാളി. ശരിക്കും പണിപാളി. ആദ്യത്തെ ആ ഒരു എക്സിറ്റ് ചെയ്താൽ മതിയായിരുന്നു. ഞാൻ ഇത്രത്തോളം ബ്ലോക്ക് ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. ആദ്യമായിട്ട് ഇവിടം വരെ ബ്ലോക്ക് ഞാൻ കാണുന്നത്. പക്ഷെ ഞാൻ വിചാരിച്ചു അവിടെ അത്യാവശ്യം സ്പീഡ് ബ്രേക്കറൊക്കെ ഉണ്ട്, അവിടെ നിന്ന് എക്സിറ്റ് ചെയ്ത് വന്നല്ലേ, ചുമ്മാ സമയം വൈകിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു. അതാണ് ഈ ഒരു വഴിയെടുത്ത്. ഇവിടെ വന്നപ്പം മൊത്തത്തിൽ ബ്ലോക്ക്. കുഴപ്പമില്ല. ചെറിയൊരു വഴിയിൽ മിസ്സായി. ബ്രേക്ക് അടിക്കരുത്, ബ്രേക്ക് അടിക്കരുത്. എവിടെ നിന്നെങ്കിലും ഒരു എക്സിറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു സർവീസ് റോഡും അത്യാവശ്യം ബ്ലോക്കാണ്. ഞാൻ ഇങ്ങോട്ട് വെട്ടിക്കാൻ നോക്കുമ്പോൾ ഇങ്ങനൊക്കെ ഓടിക്കാണ്ട് വേറെ വഴിയില്ല. ഇതെന്ത് കുഴിയാ? ദൈവമേ, ഡ്രെയിനേജ്. ഇവിടെ വന്നിട്ട് വീണ്ടും ട്രക്ക്. എന്തായാലും ഒരു 11 മണി എടുക്കും. ഇത് നിനക്ക് പെട്രോൾ തീരാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഈ വഴി എടുത്ത് പോകാമെന്ന് എനിക്ക് നോക്കാം. പക്ഷെ ബ്ലോക്കാണ്. എന്നാലും ഇവിടെ കണ്ട എക്സിറ്റ് ചെയ്യുന്ന ഒരു ചെറിയൊരു വഴി ഉണ്ടായിരുന്നു. ഇവിടെ പോയി ഇപ്പം ചെയ്തില്ലെങ്കിൽ ഞാൻ കുടുങ്ങിപ്പോവും. ലെഫ്റ്റ് ആയിരുന്നല്ലേ, അവിടെ നിന്ന് ഇപ്പം ഇങ്ങോട്ട് എൻട്രി ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ വഴികൾ താങ്കെ. ഓക്കെ, ദൈവം ഇവിടെ അടിച്ചോ. ഭാഗ്യം രക്ഷപ്പെട്ടു. ഇനി വലിയ സീനില്ല, എങ്ങനെങ്കിലും എടുത്തോണ്ട് പോവാം. ഇവിടെ ശരിക്കും റോഡ് ഏതാ പോകേണ്ടത്? പൊടിമണ്ണും മര്യാദയ്ക്ക് ഓടിക്കാൻ റോഡും ഇല്ല. മിറ്റലൊക്കെ റോഡിൽ കൊണ്ടിട്ട്. ഇതൊക്കെയാണ് ബാംഗ്ലൂരിലെ കാഴ്ചകൾ.